ശ്രീജ, നമ്മളിങ്ങനെ വേദിയിൽ തകർത്താടിയ ഓരോ കുട്ടികളെയായിട്ട് നമ്മുടെ പവലിയനിലോട്ടും കൂടെ എത്തിക്കുകയാണ്. ഇവിടെ നമുക്കിപ്പോൾ കൂടെ ഉള്ളത് നാടോടി നൃത്തം കളിക്കുന്ന ഒരു കുട്ടിയാണ്. മോളെ എന്താ പേര്, ഏത് ജില്ലയാണ്? ഋഷിക രാകേഷ്, പേര് കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നു. റിസൾട്ട് വന്നോ? ആ വന്നു. എന്താ ഗ്രേഡ്? എ ഗ്രേഡ്. അപ്പോൾ അതെ, എ ഗ്രേഡ് വാങ്ങിച്ച ആളുകളാണ് നമുക്കിവിടെ ഒക്കെ എത്തുന്ന കുട്ടികളൊക്കെ തന്നെ. നമുക്ക് പെർഫോമൻസ് ആദ്യം കാണാം, എന്നിട്ട് ബാക്കിയൊക്കെ നമുക്ക് അതിന് ശേഷം സംസാരിക്കാം. അവിടെ തുടങ്ങിക്കോ. നീലി അവൾ വരുന്നു, അധർമ്മൻ ചുട്ടരിക്കാൻ. കള്ളിയാം കാട്ടുനീലി, കള്ളിയാം കാട്ടുനീലി, കള്ളിയാം കാട്ടുനീലി. നമകയൂരു ഭൂതയൂരു നീലിയൂരു, നമകതായി തന്തൈ നീലിയമ്മ. കാട് കറുത്ത കാട്, കുടകു കാട്, നമക കാട്, മലബണ്ടാര കൂട്ടം വാഴും കാട്, കാട്ടരജൻ മണി കെട്ടിയ കാനന കോവിൽ, കാട്ടുവാസി തിരിവെക്കും കാളിപ്പൊത്ത്. അന്നൊരമാവാസി നാളിൽ, കാട്ടരാജൻ കോവിലിൽ വന്ന നാളിൽ, കാണുവാനില്ലയ പൊന്മണി, കിങ്കരന്മാർ മണി തേടി കാടു ചുട്ടു. കാളിപ്പൊത്തിൽ കരിങ്കാളി കാലിൽ നീലി കെട്ടിയ കനകമണി. കാതുകളുണ്ടായിട്ടും കേട്ടില്ല രാജൻ, കേണു പറഞ്ഞതൊന്നും കണ്ടില്ല രാജൻ. അടുത്തൊരപ്പനെ കുത്തി വീഴ്ത്തി, നീലിയെ കാലിൽ കെട്ടിത്തൂക്കി, ആഞ്ഞു വരുന്നൊരാളമ്മയെ മാറ്റി, കിങ്കരന്മാർ നീലിതൻ തലകറുത്തു. മണ്ണിലുരുളുന്ന നീലിതൻ തലയിലാ കുഞ്ഞു മിഴികണ്ണടഞ്ഞതില്ല, മാറത്തടിച്ചു കരഞ്ഞു വാമ്മ, കൺമുന്നിൽ മരിച്ചു വാ കുഞ്ഞ്. ഗംഭീരമായിരുന്നല്ലേ? നമ്മൾ പലതരത്തിലുള്ള നീലിയെ കണ്ടിട്ടുണ്ട്, സീരിയലിലെ, സിനിമകളിലെ, ഏറ്റവും ഒടുവിലായിട്ട് ലോകയിലെ മോഡേൺ നീലിയെ വരെ കണ്ടിട്ടുണ്ട്. ശ്രീജ, ഇപ്പോൾ ഋതിക മോളുടെ നീലിയെ എങ്ങനെയുണ്ടായിരുന്നു കാണാൻ? ശരിക്കും ഗംഭീരമായ പെർഫോമൻസ്. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, തൊട്ടുപിറകിൽ ഒരു ചേച്ചി നിൽപ്പുണ്ട്, നിങ്ങളുടെ തൊട്ടുപിറകിൽ ഒരു ബ്രൗൺ കളർ ഡ്രസ്സ് ഇട്ട്. ആ ചേച്ചി അത് ആസ്വദിച്ചത് കണ്ടാലറിയാം. ആ പുള്ളിക്കാരി ഒന്ന് വിളിക്കൂ, അത് ശരിക്കും അവരുടെ ഒരു പ്രതികരണം അറിയണമെന്നുണ്ട്. കാരണം കാഴ്ചക്കാരായി നമ്മുടെ പവലിയനിലെ ഒരുപാട് ആളുകളുണ്ട്, അവർ ആസ്വദിക്കുന്നുണ്ട്. ആ ആസ്വാദനത്തിലുണ്ടായിരുന്നു എല്ലാം. ഒരു നർത്തകിയാണോ? ആരാണ്? സ്വയം പരിചയപ്പെടുത്തോ. മോളുടെ പ്രകടനം അതാണ് ആസ്വാദനത്തിൽ അത്ര തീവ്രത ഏറിയത്. കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ ആന്റിയുടെ മോളുടെ പ്രകടനം കണ്ടിട്ട്. അത്രത്തോളം ഇമോഷണൽ ആയിട്ട് നിൽക്കുകയാണ് ശ്രീജ. പലതരം നീലി നേരത്തെ അതിനെ സൂചിപ്പിച്ചതുപോലെ 15 വർഷം മുമ്പ് കലോത്സവ വേദികളിൽ ഒരു നീലി ഉണ്ടായിരുന്നു. മുണ്ടും നേരിയതും ഒക്കെ എടുത്തൊരു നീലി. അന്ന് കലോത്സവ വേദിയിൽ, നാടോടി നൃത്ത വേദിയിൽ വളരെ ഹിറ്റായിരുന്നു ആ നീലി. അതിനുശേഷം പിന്നീട് ഒരു നീലി വന്നേക്കുന്നത് ഈ കലോത്സവത്തിനാണ്, ലോകയ്ക്ക് ശേഷം ആണെന്നാണ് എൻ്റെ ഒരു അറിവ്.
എന്തായാലും ഇതിന്റെ ഓർണമെന്റ്സ് ഒക്കെ നോക്കുക, അതെല്ലാം വളരെ ഭംഗിയായിട്ട് ഈ കോസ്റ്റ്യൂമൊക്കെ ശ്രദ്ധിക്കാനായിട്ട് കുട്ടികൾക്ക് ഇപ്പൊ കഴിയുന്നുണ്ട്. അത് ഏറ്റവും വെറൈറ്റി ആയിട്ട് അവർ കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ഇത് കാണുക, വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഈ കോസ്റ്റ്യൂം അല്ലേ, ഈ പറഞ്ഞതുപോലെ കോസ്റ്റ്യൂമും ഒക്കെ നമുക്ക് കാണുമ്പോൾ മൊത്തത്തിൽ എല്ലാം കൂടെ ചേർന്നാണല്ലോ ഒരു കലാരൂപം എന്ന് പറയുന്നത്. അതിൽ കോസ്റ്റ്യൂമിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്.